നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കനത്ത മഴയിലും വെള്ളക്കെട്ടിലും ഗൾഫ് മേഖല വളരെയധികം ദുരിതത്തിലായിരുന്നു. ഇപ്പോൾ ഇത് സന്തോഷകരമായ ആശ്വാസകരമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ജനജീവിതം സാധാരണ രീതിയിലേക്ക് കടക്കുകയാണ്. തടസ്സപ്പെട്ട ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദുബായ് വേൾഡ് സെൻട്രൽ വിമാനത്താവളം എന്നിവയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ വീണ്ടും തുടങ്ങിയതായി ദുബായ് എയർപോർട്ട് CEO പോൾ ഗ്രിഫിത്സ് വ്യക്തമാക്കി. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രതിദിനം 1400 വിമാനങ്ങൾ വന്നു പോകുന്നുണ്ട്. റൺവേകൾ, വിമാനത്താവള റോഡുകൾ എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി നീക്കിയിട്ടുണ്ട്. ജീവനക്കാർ, വിമാന കമ്പനികൾ, വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവരുടെ പരിശ്രമത്തിലൂടെയാണ് അതിവേഗം സാധാരണ നിലയിലേക്ക് മടങ്ങാൻ സാധിച്ചത്. മോശം കാലാവസ്ഥ കാരണം പ്രതിസന്ധിയിലായ യാത്രക്കാർക്ക് താമസം, ആഹാരം ഉൾപ്പെടെ എല്ലാവിധ സൗകര്യങ്ങളും നൽകി. കെട്ടിക്കിടക്കുന്ന ബാഗേജുകൾ ഉടമസ്ഥരിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്നും പോൾ ഗ്രിഫിത്സ് പറഞ്ഞു. അതേസമയം കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് ഇറങ്ങാൻ തുടങ്ങിയതോടെ UAEയിൽ ജനജീവിതം ഏറെക്കുറെ സാധാരണ നിലയിലെത്തുകയാണ്. 75 വർഷത്തിലെ ഏറ്റവും വലിയ മഴയും വെള്ളക്കെട്ടും അതിനുശേഷം വാരാന്ത്യ അവധിയും കഴിഞ്ഞുള്ള ആദ്യ പ്രവൃത്തി ദിവസങ്ങളിൽ UAEയിലെ ഓഫീസുകളെല്ലാം സജീവമായിരിക്കുകയാണ്. അബുദാബി, ദുബായ്, അജ്മാൻ, ഫുജൈറ എന്നിവിടങ്ങളിലെ മിക്ക റോഡുകളും വെള്ളവും ചെളിയും നീക്കി ഗതാഗത സജ്ജമാക്കി. വെള്ളക്കെട്ട് രൂക്ഷമായിരുന്ന ഷാർജയിലെ അൽ മജാസ്, അബു ഷഗാര, അൽ ഗാസ്മിയ മേഖലകളിൽ വെള്ളം ഇറങ്ങി തുടങ്ങി. വെള്ളം പമ്പ് ചെയ്ത് വറ്റിക്കാൻ മുനിസിപ്പാലിറ്റി കൂടുതൽ ട്രക്കുകൾ രംഗത്തിറക്കി. അടുത്ത ദിവസങ്ങളിൽ ഈ മേഖലയും സാധാരണ നിലയിലാകും. ഇവിടെ വിവിധ സന്നദ്ധ പ്രവർത്തകരുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരിട്ടോ ഓൺലൈൻ വഴിയോ ഉള്ള പഠന രീതി തിരഞ്ഞെടുക്കാൻ സാധിക്കും. സർക്കാർ, സ്വകാര്യ മേഖലയിലെ ഒട്ടേറെ ജീവനക്കാർ ഇപ്പോഴും വർക്ക് ഫ്രം ഹോം തുടരുന്നുണ്ട്.